ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി നടത്തുന്ന എസ്എമ്മിന് വേണ്ടിയിട്ടുള്ള ആസിഡ് ബേസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആസിഡുകളും അതുപോലെ തന്നെ ബേസുകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ട് നമ്മുടെ എസ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ സിലബസിൽ കൃത്യമായി ഉൾപ്പെടുന്നതും പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എസ്എമ്മിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എന്താണ് ആസിഡുകളുടെ രുചി എന്ന് ചോദിച്ചാൽ പുളിരുചിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പരിചയപ്പെട്ടു. ആസിഡുകളുടെ രുചി ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? പുളിരുചിയാണ്. ആസിഡുകളുടെ രുചി എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പുളിരുചിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് ആദ്യം നമ്മൾ വരുന്നത്. അപ്പോൾ ആസിഡിന്റെ രുചി നമ്മൾ പരിചയപ്പെട്ടു, എന്താണ്? പുളിരുചിയാണ്. ആസിഡിന്റെ രുചി എന്താണ്? പുളിരുചിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന പ്രധാന ഘടകം എന്താണ്? എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന പ്രധാന ഘടകം ചോദിച്ചാൽ അത് നമ്മുടെ ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ജലം ഉണ്ടാക്കുന്നത്. ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്നതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ജലം ഉണ്ടാക്കുന്നു എന്നൊരർത്ഥം വരുന്നതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കാനുള്ളതാണ് ഓക്സിജൻ. അല്ലെ, ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നു. എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നു. ആസിഡ് ഉണ്ടാക്കുന്നു എന്ന അർത്ഥത്തിൽ വരുന്നതാണ് ഓക്സിജൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അതേസമയത്ത് ജലം ഉണ്ടാക്കുന്നു എന്ന അർത്ഥമാണ് ഏതിനുള്ളത്? ഹൈഡ്രജൻ ഉള്ളത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞത് ആസിഡുകളുടെ രുചി പുളിരുചിയാണ്. എല്ലാ ആസിഡുകളുടെയും പ്രധാന ഘടകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉണ്ടാക്കുന്നു. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നു എന്നാണ്. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നു എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മളിവിടെ ആസിഡ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആസിഡ് എന്ന് പറയുന്ന വാക്ക് ഒരു ലാറ്റിൻ വാക്കാണ്. ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാറ്റിൻ വാക്കാണ്. ആസിഡ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. അസിഡസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്? ആസിഡ് എന്ന് പറയുന്ന ആ ഒരു പദം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആസിഡസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്? ആസിഡ് എന്ന് പറയുന്ന പദം രൂപം കൊണ്ടിരിക്കുന്നതായും ഓർക്കുക. ഇനി പി എസ് സി പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ ലോഹങ്ങൾ ഉണ്ടല്ലോ. ലോഹങ്ങൾ ഇത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ പുറത്തുവിടുന്ന വാതകം ഏത്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ. നമ്മുടെ ഈ പറയുന്ന കുട്ടികളുടെ, അതായത് കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ഈ ആസിഡ് ഉണ്ടല്ലോ, ആസിഡ് നമ്മുടെ ഈ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, എന്തുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ? ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ. ഇപ്പൊ നമ്മളൊരു ആസിഡ് എടുക്കുന്നു, അതിലേക്ക് ചെറിയ ഒരു ലോഹം നമ്മൾ ഇടുകയാണ്. ആ ഒരു സമയത്ത് അവിടെ പുറത്തു വരുന്ന വാതകം എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഹൈഡ്രജൻ വാതകമാണ് പുറത്തു വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഇതിന്റെ മുകളിലായിട്ട് എടുത്തിരിക്കുന്ന ഒരു ബീക്കറോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു തീക്കൊള്ളി കൊണ്ടുപോയിട്ട് കാണിക്കും. ആ തീക്കൊള്ളി കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ചെറു ശബ്ദത്തോടെ എന്ത് ചെയ്യും? ഈ വാതകം കത്തും. അവിടെ കൃത്യമായിട്ട് SCERT പറയുന്നുണ്ട് പോപ്പ് സൗണ്ടോടെ എന്നാ പറയാ. പോപ്പ് സൗണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പോപ്പ് സൗണ്ടോടെ എന്ത് ചെയ്യും? ഈ നമ്മൾ ആ പറയുന്ന തീക്കൊള്ളി കാണിക്കുമ്പോൾ ആ തീക്കൊള്ളി കാണിക്കുന്ന സമയത്ത് അവിടെ എന്താണ്? ചെറു ശബ്ദത്തോടെ എന്ത് ചെയ്യും? ഈ വാതകം കത്തും. അത് എന്തിന്റെ പ്രസൻസ് ആണ്? ഈ ഹൈഡ്രജന്റെ പ്രസൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഹൈഡ്രജനെ എന്തെന്ന് പറയുന്നത്? കത്തുന്ന വാതകം എന്ന് വിളിക്കുന്നത്. പരീക്ഷ റിപ്പീറ്റ് ആണ്. കത്തുന്ന വാതകം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചാരെന്ന് വെച്ചാലോ ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹെൻറി കാവൻഡിഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. പക്ഷെ ഇതിന് പേരിട്ടതാരാന്ന് ചോദിച്ചാൽ ലാവോസിയർ ആണ് ഇതിന് പേരിട്ടതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്ത് വരുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. അതിന്റെ ചെറിയൊരു എക്സ്പെരിമെന്റ് നമ്മൾ പറയുന്നു. ആസിഡ് ലോഹമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകത്തിന് ഒരു തീക്കൊള്ളി കാണിക്കുക. ആ ഒരു സമയത്ത് എന്താണ്? തീക്കൊള്ളി ഈ പറയുന്ന ചെറു ശബ്ദത്തോടെ, കൃത്യമായിട്ട് SCERT പറയുന്നത് പോപ്പ് സൗണ്ടോടെ എന്ത് ചെയ്യും? ആ വാതകം കത്തും. അതിന് എന്തിന്റെ പ്രസൻസ് ആണ്? ഹൈഡ്രജന്റെ പ്രസൻസ് ആണ്. അതുകൊണ്ടാണ് ഹൈഡ്രജനെ കത്തുന്ന വാതകം എന്ന് വിളിക്കുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അടുത്തായിട്ട് SCERT കൊടുത്തിരിക്കുന്ന ഒന്നാണ് അലോഹ ഓക്സൈഡുകൾ. നമ്മൾ പറയുന്നത് എന്താണ്? അലോഹ ഓക്സൈഡുകൾ.
ഓക്സൈഡുകൾ എന്തുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, H2 ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആസിഡാണ്. ആസിഡ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, അലോഹ ഓക്സൈഡുകൾ എന്താണ് ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആസിഡാണ്. ഉദാഹരണമായിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് അല്ലെ, സൾഫർ എന്ന് പറയുമ്പോൾ അലോഹമാണ്, അപ്പോൾ അതിന്റെ ഓക്സൈഡാണ് സൾഫർ ഡൈ ഓക്സൈഡ്. അത് നമ്മുടെ ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൾഫ്യൂരിക് ആസിഡ് കിട്ടും. സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇതെന്താണ്, ആസിഡാണ്. H2SO4 നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ ഈ സൾഫർ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ നൈട്രജന്റെ ഇത് SO2ഉം NO2ഉം ഇതാണ് എന്തിന് കാരണമാകുന്നത്, റിപ്പീറ്റഡ് ആണ് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത്. ഇപ്പൊ NO2 ജലവുമായി ചേരുമ്പോൾ നൈട്രിക് ആസിഡ്, SO2 ജലവുമായി ചേരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ്. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത് എന്താണെന്ന് വെച്ചാൽ സൾഫറിന്റെയും നൈട്രജന്റെയും ഓക്സൈഡുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. SO2ഉം NO2ഉം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആസിഡ് മഴയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, SO2ഉം NO2ഉം ആണെന്ന കാര്യം ഓർക്കുക. SO2ഉം NO2ഉം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ വാഹനങ്ങളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വാതകം ഏതാണ്, ഈ പറയുന്ന സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഈ സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അത് അന്തരീക്ഷത്തിൽ പോയി നിന്നിട്ട് ജലവുമായിട്ട് കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും, ആസിഡായിട്ട് മാറും. അതാണ് നമ്മുടെ ആസിഡ് മഴയ്ക്കൊക്കെ കാരണമായിട്ട് മാറുന്നത്. ഇപ്പോൾ NO2 അത് ജലവുമായി കൂടി ചേരുമ്പോൾ ആസിഡായിട്ട് മാറുന്നു. അതെന്താണ്, നമ്മുടെ ആസിഡ് മഴയ്ക്ക് കാരണം. അപ്പൊ ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത് സൾഫറിന്റെയും നൈട്രജന്റെയും ഓക്സൈഡുകളാണെന്ന് കാര്യം ഓർക്കുക. SO2 NO2 ഓർത്തിരിക്കാം. പ്രീവിയസ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞതാണ്, അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായിരിക്കും, ആസിഡ് ഗുണമുണ്ടായിരിക്കും. SO2 ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ആസിഡ് കിട്ടും, സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ NO2 ജലവുമായി പ്രവർത്തിക്കുമ്പോൾ HNO3 കിട്ടും, നൈട്രിക് ആസിഡ്. ഇനി വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്ന വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന സൾഫറിന്റെയും അതേപോലെ തന്നെ നൈട്രജന്റെയും ഒക്കെ ഡയോക്സൈഡുകൾ, അതായത് SO2ഉം അതുപോലെ തന്നെ NO2ഉം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞു അലോഹ ഓക്സൈഡുകളാണ്. അതേസമയത്ത് ലോഹ ഓക്സൈഡുകൾ അല്ലെ, ലോഹ ഓക്സൈഡുകൾ എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു, ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് ബേസിക ഗുണമാണ് ഉള്ളത്. എന്ത് ഗുണമാണുള്ളത്, ബേസിക ഗുണം. അപ്പൊ നമ്മൾ ആസിഡ് ബേസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതിൽ ബേസിക ഗുണമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഉദാഹരണമായിട്ട് മാഗ്നീഷ്യം ഓക്സൈഡ്, ഇത് ലോഹമാണ്, അതിന്റെ ഓക്സൈഡാണ് മാഗ്നീഷ്യം ഓക്സൈഡ്. അത് ജലവുമായിട്ട് പ്രവർത്തിക്കുന്നു, H2യുമായിട്ട് പ്രവർത്തിക്കുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ബേസിക് ഗുണമുള്ള മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇതിനെന്ത് ഗുണമാണുള്ളത്, ബേസിക് ഗുണമാണ് ഉള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്, ഈ മഗ്നീഷ്യമാണ്. PS റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്, ബേസിക് ഗുണമുള്ള പദാർത്ഥമാണ്. അതേസമയത്ത് അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന എന്താണ്, ആസിഡ് ഗുണമുള്ള പദാർത്ഥമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി PS റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, സിങ്ക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലോഹം ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ വാതകമാണ്. ഇത് റിപ്പീറ്റ് ആയി ചോദിക്കുന്നതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. സിങ്ക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഏതാണ്, ഹൈഡ്രജൻ ആണ് എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സൂചകങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. സൂചകങ്ങൾ, അതല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു പദാർത്ഥം ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പദാർത്ഥം ആസിഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ആൽക്കലി ആണോ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ആൽക്കലി എന്നൊരു ടേം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഓർക്കുക, നമ്മൾ ബേസ് എന്ന് പറയും, പക്ഷെ എല്ലാ ബേസുകളും ആൽക്കലി ആണോ, അല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുക. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ ആൽക്കലി നമ്മൾ എടുത്തു പറയുന്നുണ്ട്, പക്ഷെ എല്ലാ ബേസുകളും ആൽക്കലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൽക്കലി എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് സൂചകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സൂചകങ്ങൾ പ്രകൃതിദത്തമായിട്ടും ലഭ്യമാണ്, അല്ലെങ്കിൽ കൃത്രിമമായിട്ടും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് SCRT പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പറയുന്നത് മഞ്ഞളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണാറുള്ള മഞ്ഞൾ. അതുപോലെ രണ്ടാമത് ഇവിടെ SCRTയിൽ കൊടുത്തിരിക്കുന്ന ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂവ് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള
സൂചകത്തിന് ഇൻഡിക്കേറ്റേഴ്സിന് ഉദാഹരണമാണ്. മൂന്നാമത്തത് നമ്മൾ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല, എന്താണ്? ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള സൂചകമാണ്. ലൈക്കനുകളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിദത്തമാണ്. ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ട് അതിൽ ഈ ലിറ്റ്മസ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓർത്തിരിക്കുക, ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിദത്ത സൂചകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് പതിമുഖ ലായനി. നമ്മുടെ SCERT കൊടുത്തിരിക്കുന്ന ഒന്നാണ് പതിമുഖ ലായനി എന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതിദത്തമായ ഒരു സൂചകമാണ്. അതുപോലെ SCERT കൊടുത്ത മറ്റൊന്നാണ് റെഡ് ക്യാബേജ് എന്ന് പറയുന്നത്. എന്താണ്? റെഡ് ക്യാബേജ്. അതുപോലെ തന്നെ മറ്റൊന്ന് കൊടുത്തിരിക്കുന്നത് ബീറ്റ് റൂട്ട്. ഇതൊക്കെ എന്താണ്? പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ മഞ്ഞള്, അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ്, ലിറ്റ്മസ് പേപ്പർ പ്രത്യേകം നോട്ട് ചെയ്ത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വിഷയം ഇത് തന്നെയായിരിക്കും. ഇതൊരു പ്രകൃതിദത്തമാണെന്ന് SCERT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ പാർക്കെങ്കിലും ചിലപ്പോൾ അറിയില്ലെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പതിമുഖ ലായനി, റെഡ് ക്യാബേജ്, ബീറ്റ്റൂട്ട്. ഇനി നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സൂചകങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. കൃത്രിമം ഇങ്ങനെയാണ് എഴുതേണ്ടത്. കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സൂചകം. ഇത് മലയാളത്തിൽ ചോദിക്കൂട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. കൃത്രിമം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? കൃത്രിമ സൂചകങ്ങൾക്കൊന്ന് ഫിനോഫ്തലിൻ. എന്താണ്? ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സൂചകത്തിന് ഉദാഹരണമാണ് ഫിനോഫ്തലിൻ. അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ച്. ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കാം. മീഥൈൽ ഓറഞ്ച്. ഇപ്പൊ ഇതൊക്കെ എന്താണ്? കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സൂചകമാണ് ഏതെന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ തുടങ്ങിയവ. മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ. എന്നാൽ ലിറ്റ്മസ് പേപ്പർ കൃത്രിമമാണോ? അല്ല. അതെന്താണ്? പ്രകൃതിദത്തമായിട്ടുള്ള സൂചകമാണ്. ഇനി മറ്റൊരു കാറ്റഗറിയാണ് ഓൾ ഫാക്ടറി സൂചകം. ഓൾ ഫാക്ടറി സൂചകം എന്ന് പറയുമ്പോൾ ആ ഓൾ ഫാക്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, മണത്തിന്റെ സഹായത്താൽ ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചകങ്ങളാണ് ഓൾ ഫാക്ടറി സൂചകങ്ങൾ. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തത് ഉള്ളിയുണ്ട്, വാനിലയുണ്ട്, അതുപോലെ തന്നെ ഗ്രാമ്പുണ്ട്. അപ്പോൾ ഇവിടെ സൂചകങ്ങളെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങളാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂ, ലിറ്റ്മസ് പേപ്പർ, പതിമുഖ ലായനി, റെഡ് ക്യാബേജ്, ബീറ്റ്റൂട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലിറ്റ്മസ് പേപ്പർ. ഇനി കൃത്രിമ സൂചകങ്ങൾ നമ്മൾ പഠിച്ചു ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഓൾ ഫാക്ടറി സൂചകങ്ങൾ നമ്മൾ പഠിച്ചു ഉള്ളി, വാനില, ഗ്രാമ്പു. എന്താണ് ഓൾ ഫാക്ടറി സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ മണത്തിന്റെ സഹായത്താൽ ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചകങ്ങളാണ് ഓൾ ഫാക്ടറി സൂചകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് ഈ ലൈക്കൺ അല്ലെങ്കിൽ ലിച്ചൻസ് എന്ന് പറയും. ആ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പേപ്പറാണ് എന്ന് പറയുന്നത് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി പതിമുഖ ലായനിയിലേക്ക് ആസിഡ് ഒഴിക്കുമ്പോൾ പതിമുഖ ലായനിയുടെ നിറം മഞ്ഞയായിട്ട് മാറുമെന്ന് കൃത്യമായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞത് പതിമുഖ ലായനി എന്ന് പറയുന്നത് എന്താണ്? ഒരു സൂചകമാണ്. അതായത് പ്രകൃതിയാലുള്ള ഒരു സൂചകമാണ്. ആ പതിമുഖ ലായനിയിലേക്ക് ആസിഡ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പതിമുഖ ലായനി എന്തായിട്ട് മാറും? മഞ്ഞയായിട്ട് മാറും. അപ്പോൾ പതിമുഖ ലായനി ആ ഇങ്ങോട്ട് പിടിച്ചാൽ മതി. ആസിഡ് ഒഴിക്കുമ്പോൾ എന്തായിട്ട് മാറും? മഞ്ഞയായിട്ട് മാറും. SCERT കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചുവന്ന ലിറ്റ്മസ് പേപ്പർ എടുക്കുക. ചുവന്ന ലിറ്റ്മസ് പേപ്പർ. അതുപോലെ നമ്മുടെ കൈവശം എന്തുണ്ട്? നീല ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഞാൻ ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഒരു ആസിഡിൽ കൊണ്ടുപോയിട്ട് ഞാൻ മുക്കുകയെന്ന് വിചാരിക്കാം. ഈ സമയത്ത് അതിന് എന്തെങ്കിലും മാറ്റം വരുമോ? മാറ്റം വരത്തില്ല. അത് ചുവപ്പ് തന്നെയായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതേ സമയത്ത് ഞാനൊരു ബേസിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ആൽക്കലിയിൽ കൊണ്ടുപോയിട്ട് മുക്കുകയാണെങ്കിലോ അവിടെ എന്ത് സംഭവിക്കും? ഇത് നീല നിറമായിട്ട് മാറും. അതായത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നത് എന്താണ്? ബേസ് അല്ലെങ്കിൽ ആൽക്കലിയാണ്. അതേ സമയത്ത് ഞാൻ നീല ലിറ്റ്മസിനെ ആസിഡിൽ കൊണ്ടുപോയി മുക്കിയാൽ അതെന്തായിട്ട് മാറും? ചുവപ്പായിട്ട് മാറും. എന്നാൽ ഞാനത് കൊണ്ടുപോയിട്ട് ബേസിലാണ് അല്ലെങ്കിൽ ആൽക്കലിയിലാണ് മുക്കുന്നതെങ്കിൽ അതിന്റെ നിറം എന്ത് തന്നെയായിരിക്കും? നീല തന്നെയായിരിക്കും. സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നത് ബേസ് ആണ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നത് എന്താണ്? ആസിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് കൃത്രിമ സൂചകമായിട്ടുള്ള മീഥൈൽ ഓറഞ്ച് ഉണ്ട്. മീഥൈൽ ഓറഞ്ച്. അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഫിനോഫ്തലിൻ. എന്താണ്? ഫിനോഫ്തലിൻ. ഇത് ഞാൻ ആസിഡിന്റെ പ്രസൻസിൽ ഇതിന്റെ നിറം എന്താണ്? അതുപോലെ തന്നെ ആൽക്കലി അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ ആൽക്കലി അതിന്റെ പ്രസൻസിൽ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ മീഥൈൽ ഓറഞ്ച്
അത് ആസിഡിന്റെ സാന്നിധ്യത്തിൽ ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക്, അതായത് SCRT പറയുന്നത് ഇളം പിങ്ക് എന്നാണ്. അപ്പൊ ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക് ആയിരിക്കും മീഥൈൽ ഓറഞ്ചിന് ഉണ്ടായിരിക്കുക. ഗോൾഡൻ മഞ്ഞയാണ് ഈ ആൽക്കലിയുടെ പ്രസൻസിൽ ഉണ്ടായിരിക്കുക, ഗോൾഡൻ മഞ്ഞ. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് മീഥൈൽ ഓറഞ്ച് ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക് ആസിഡിന്റെ പ്രസൻസിൽ, അതേ സമയത്ത് ഗോൾഡൻ മഞ്ഞയാണ് എന്തിനുള്ളത്, ഈ പറയുന്ന മീഥൈൽ ഓറഞ്ചിന് ആൽക്കലിയുടെ പ്രസൻസിൽ ഉണ്ടായിരിക്കുക. ഫിനോഫ്തലിന്റെ കേസിൽ അതിന് നിറമൊന്നുമില്ല. അത് ആസിഡിന്റെ കേസിലേക്ക് വരുമ്പോൾ അതിന് നിറമില്ല. ആസിഡിന്റെ കേസിൽ നിറമില്ല, യഥാർത്ഥത്തിൽ അതിന് നിറമില്ല. ആസിഡിന്റെ കേസിൽ അതിന് എന്തില്ല, നിറം ഒട്ടുമില്ല. അതേ സമയത്ത് ഈ ബേസിന്റെ കേസിലേക്ക് വരുമ്പോൾ പിങ്ക് നിറമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആസിഡിന്റെ കേസിൽ അത് ഓഫാണെന്ന് ഓർത്തിച്ചത്, നിറമൊന്നുമില്ല. ബേസിന്റെ കേസിലേക്ക് വരുമ്പോൾ അതിന് പിങ്ക് നിറമാണ്. മീഥൈൽ ഓറഞ്ച് ചുവപ്പ് നിറമാണ് അല്ലെങ്കിൽ ഇളം പിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗോൾഡൻ മഞ്ഞ, അതാണ് ആൽക്കലിയുടെ പ്രസൻസിൽ ഉണ്ടാവുക. ഇനി നമ്മുടെ ഫിനോഫ്തലിനാണെങ്കിൽ ആസിഡിന്റെ പ്രസൻസിൽ നിറമില്ല. അതേ സമയത്ത് ബേസിന്റെ പ്രസൻസിലേക്ക് അല്ലെങ്കിൽ ആൽക്കലിയുടെ പ്രസൻസിലേക്ക് വരുമ്പോൾ അവിടെ പിങ്ക് നിറമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക, പിങ്ക് നിറമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് എന്തെന്ന് പറയുന്നത്, ആൽക്കലി എന്ന് പറയുന്നത്. ആൽക്കലി ഓർത്തിരിക്കണം, നമുക്കൊരു ടോപ്പിക് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആൽക്കലി എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, എല്ലാ ബേസുകളും ആൽക്കലി ആണോ? അല്ല. എന്നാൽ എല്ലാ ആൽക്കലിയും എന്താണ്, ബേസ് ആണ്. ഇനി ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ഏതാന്ന് വെച്ചാൽ HCl എന്തില്ല, ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ഏത്, HCl. ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഏത്, HCl. ഒരു എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി നമ്മളിപ്പോ ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു, സൂചകങ്ങൾ എന്ന് പറഞ്ഞു. ഇത് കൂടാതെ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കാണിക്കുന്ന ഒന്നാണ് ഏത്, pH സ്കെയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. pH സ്കെയിലിലെ ഈ pH എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് അർത്ഥം വരുന്നത്. pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pH എന്നതിന്റെ പൂർണ്ണ രൂപം വരുന്നത്. ഇനി ആരാണ് ഈ pH സ്കെയിൽ കണ്ടെത്തിയത് അറിയണ്ടേ? pH സ്കെയിൽ കണ്ടെത്തിയത് ആരാന്ന് വെച്ചാൽ സോറൻസൺ ആണ്. സോറൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് pH സ്കെയിൽ കണ്ടെത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് കണ്ടെത്തിയത്? സോറൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് pH സ്കെയിൽ കണ്ടെത്തിയത്. ഇനി ഈ pH സ്കെയിലിലെ മൂല്യം, ഒരു സ്കെയിലാണല്ലോ, ആ pH സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 14 വരെയാണ് അതിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 0 മുതൽ 14 വരെ, ഈ 0 മുതൽ 14 വരെ എന്നതിൽ 7 എന്ന് പറയുന്ന ഒരു മൂല്യം ഉണ്ട് കേട്ടോ. ആ മൂല്യത്തെ നമ്മൾ ന്യൂട്രൽ എന്നാണ് പറയേണ്ടത്. എന്താണ് ന്യൂട്രൽ എന്നാണ് പറയുക. നമ്മുടെ ജലത്തിന്റെ ആ ഒരു മൂല്യം ചോദിച്ചാൽ എന്താണ്, ന്യൂട്രൽ ആണ്, 7 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 7ൽ കുറഞ്ഞാലുണ്ടല്ലോ, 7ൽ കുറഞ്ഞാലുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ആസിഡ് ആണെന്ന് പറയും. നമ്മൾ ഈ pH സ്കെയിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പദാർത്ഥം, ഇപ്പോൾ HCl ഒക്കെ നമ്മൾ കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞാൽ 7ൽ കുറവായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കും. അപ്പൊ 7ൽ കൂടിയാൽ നമ്മൾ എന്ത് വിളിക്കും, ആൽക്കലി എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ബേസ് എന്ന് വിളിക്കും. ആൽക്കലി അല്ലെങ്കിൽ ബേസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി യൂണിവേഴ്സൽ ഇൻഡക്ടർ എന്നറിയപ്പെടുന്ന ഏതാണ്, ഈ pH സ്കെയിലാണ്. അതായത് നമുക്ക് എന്താണ്, ആസിഡ് ആണോ ബേസ് ആണോ എന്നതൊക്കെ എന്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും, ഈ pH സ്കെയിലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ യൂണിവേഴ്സൽ ഇൻഡക്ടർ എന്നറിയപ്പെടുന്നത്, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്ന ഏതാണ്, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്ന ഏതാണ്, ഈ pH സ്കെയിലാണ്. എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്ന ഏതാണോ ഈ പറയുന്ന pH സ്കെയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതെല്ലാം എന്താണ് SCRT പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി കണക്കാക്കുക. ഇനി നമ്മൾ ഈ pH പേപ്പർ ഉണ്ട്, നമ്മുടെ SCRT പറയുന്ന ഒരു പോയിന്റ് ആണ് pH പേപ്പർ. pH പേപ്പർ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഓരോരോ റീഡിങ് നമ്മൾ പറഞ്ഞല്ലോ, ഈ pH പേപ്പറിൽ ഓരോരോ നിറങ്ങൾ എന്താണെന്ന് കാണിക്കാറുണ്ട്. അതായത് pH പേപ്പറിൽ നമ്മൾ പച്ച നിറമാണ് എങ്കിൽ അത് അർത്ഥമാക്കുന്നത് ന്യൂട്രൽ എന്നാണ് പച്ച നിറം അർത്ഥമാക്കുന്നത്. അതായത് 7 എന്നതിന് തുല്യമാണ് ഈ പറയുന്ന പച്ച നിറം. ആ pH പേപ്പറിൽ ഓരോരോ നിറങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ പച്ച നിറത്തിലാണ് നമുക്ക് കാണുന്നതെങ്കിൽ അതെന്താണ്, അത് അർത്ഥമാക്കുന്നത് എന്താണ്, ബേസ്, അതായത് ന്യൂട്രൽ ആണെന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ pH പേപ്പറിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നിറവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത്.
ഇനി pH പേപ്പറിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 0 മുതൽ 14 വരെയുള്ള റീഡിംഗ് ഉണ്ട്. ഇതിലെ റീഡിംഗ് എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. അതിൽ 7 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, പച്ചയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 14 എന്ത് നിറത്തിലായിരിക്കും കാണപ്പെടുക? നീല നിറത്തിലാണ് കാണപ്പെടുക. അപ്പോൾ 0 എന്ത് നിറത്തിലാണ് കാണപ്പെടുക? ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുക. ചുവപ്പ് നിറത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആസിഡ് ആണെങ്കിൽ ചുവപ്പ്, ബേസ് ആണെങ്കിൽ നീല. അതുപോലെ തന്നെ നമ്മൾ ഈ പറയും പോലെ 7 എന്ന് പറയുന്ന ഇതാണെങ്കിൽ, ന്യൂട്രൽ ആണെങ്കിൽ പച്ചയാണെന്ന കാര്യം ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SCRT പോയിന്റ് ആണ്, ഓർത്തിരിക്കണം. ഒരിക്കൽ കൂടി പറയാം, 0 ആണെങ്കിൽ ചുവപ്പ്, 7 ആണെങ്കിൽ പച്ച, 14 ആണെങ്കിൽ നീല. അപ്പൊ ചുവപ്പ്, പച്ച, നീല, ചുവപ്പ്, പച്ച, നീല, ചുവപ്പ്, പച്ച, നീല, ചുവപ്പ്, പച്ച, നീല, ഓർത്തിരിക്കുക. ഇനി PSC പരീക്ഷയ്ക്ക് ചില പദാർത്ഥങ്ങളുടെ pH വാല്യൂ വയ്ക്കും കേട്ടോ. നമ്മുടെ വിനാഗിരിയുടെ pH എത്രയാണെന്ന് വെച്ചിട്ടുണ്ട്. വിനാഗിരിയുടെ pH എത്രയാണ്? 4.2 ആണ് വിനാഗിരിയുടെ pH. അതുപോലെ നമ്മുടെ തക്കാളി നീരുണ്ടല്ലോ, തക്കാളി നീരിന്റെ pH എത്രയാണ് തന്നെ? 4.2 ആണ്. ഈ വിനാഗിരി ഒന്ന് തിരിച്ചിടാം. വിനാഗിരി ഒന്ന് തിരിച്ചിട്ട് എന്ത് കിട്ടും? എന്താണ്? 2.4. ഇതെന്തിന്റെ pH ആണെന്നറിയോ? നാരങ്ങാ നീരിന്റെ pH ആണ്. നാരങ്ങാ നീരിന്റെ pH ആണ്. അപ്പൊ വിനാഗിരി തക്കാളി ഒരുമിച്ച് പഠിക്കാം. വിനാഗിരി തക്കാളി എന്താണ്? 4.2 ആണ്. പിന്നെ 2.4 എന്ന് പറയുന്നത് എന്താണ്? നാരങ്ങാ നീരിന്റെ pH ആണ്. നാരങ്ങാ നീരിന്റെ pH ആണ്. പിന്നെ നമ്മളൊരു കഥ പോലെ പഠിക്കും. എന്താണ്? രാവിലെ 4.5 എടുത്തിട്ട് എന്താണ്? ബിയർ കുടിച്ച് 4.5 ബിയർ കുടിച്ച്. എന്നിട്ട് നമ്മൾ 5 മണിയായപ്പോൾ എന്ത് വെച്ചു? കാപ്പി കുടിച്ച്. 5 മണിയായപ്പോൾ എന്ത് ചെയ്തു? കാപ്പി കുടിച്ചു. പിന്നെ നമ്മൾ പഠിക്കും 5.5 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചായ കുടിച്ചു. 5.5 നമ്മൾ എന്ത് കുടിച്ചു? ചായ കുടിച്ചു. അതിനുശേഷം 6 മണിയായപ്പോൾ നമ്മൾ മൂത്രം വെച്ചു. ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. പിന്നെ 6.5 ആയപ്പോൾ നമ്മൾ എന്താണ്? പാല് കുടിച്ചു. 6.5 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പാല് കുടിച്ചു. 6.5 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പാല് കുടിച്ചു. അപ്പോൾ ഈ പാല് കുടിച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഉമിനീരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഏത്? 6.2 to 7.6. ഇത് ഉമിനീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു pH ആണെന്ന് കാര്യം ഓർക്കാം. അപ്പോൾ ഒരു കൂടി പറയാം, 4.5 എന്ന് പറയുന്നത് ബിയറിന്റെ pH ആണ്. 5 എന്ന് പറയുന്നത് കാപ്പിയുടെ pH ആണ്. 5.5 എന്ന് പറയുന്നത് ചായയുടെ pH ആണ്. 6 എന്ന് പറയുന്നത് മൂത്രത്തിന്റെ pH ആണ്. 6.5 എന്ന് പറയുന്നത് പാലിന്റെ pH ആണ്. പിന്നെ ഉമിനീരിന്റെ pH പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 6.2 മുതൽ 7.6 ആണ്. 6.2 മുതൽ 7.6 ആണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയ ടിപ്പ് പറയാം. ഉമ്മിനീര് എന്ന് നമ്മൾ എഴുതൂലേ? ഉമ്മിനീര് ഇങ്ങനെ എഴുതണം കേട്ടോ. ഉമ്മിനീര് എഴുതുമ്പോൾ വെച്ചിട്ട് എഴുതണം. ഇങ്ങനെ ഒരു വെട്ടുവെട്ട് 6.2 നമുക്ക് കിട്ടി അല്ലെ? 6.2 നിങ്ങൾക്ക് കിട്ടണം. പിന്നെ 6 1 കൂട്ടിയാൽ 7, പിന്നെ 6 അവിടെ കൊടുക്കാം. ഇത് PSC ഇങ്ങനെയാണ് ഒരു റേഞ്ച് മുൻവർഷ പരീക്ഷയിൽ തന്നിട്ടുള്ളത്. 6.2 to 7.6. നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് നമ്മൾ പഠിച്ചു വെക്കുന്നത്. 6.2 to 7.6. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഉമ്മിനീരെന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വിട്ടുക. അപ്പോൾ 6.2 കിട്ടും. പിന്നെ 6.2 ഉള്ള ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? 7.6 കൊടുക്കുക. അപ്പോൾ 6.2 കിട്ടിയാൽ ആ 6നോട് 1 കൂട്ടിയാൽ 7 കിട്ടും. പിന്നെ ആ 6 അതുപോലെ എഴുതുക. അങ്ങനെ ഒരു വട്ടം ഒന്ന് ചിന്തിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഉമിനീരിന്റെ pH എന്ത് ചെയ്യാൻ പറ്റും? മറക്കാതെ ഓർത്തിരിക്കാൻ പറ്റും. ഇനി നമ്മുടെ കടൽ ജലമുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓർത്തുക്കണം. 4.5 ബിയർ കുടിച്ചു, പിന്നെ 5 കാപ്പി കുടിച്ചു, 5.5 ചായ കുടിച്ചു, പിന്നെ എന്താണ്? 6 മണിക്ക് മൂത്രം ഒഴിച്ചു, 6.5 എന്താണ്? പാല് കുടിച്ചു. അപ്പോൾ ആ പാലുമായി കണക്ട് ചെയ്തിട്ടാണ് ഉമിനീര് അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ഓർത്തിരിക്കാം. 4.5 ബിയറിന്റെ pH ആണ്. 5 എന്ന് പറയുന്നത് കാപ്പിയുടെ pH ആണ്. അതേപോലെ തന്നെ 5.5 എന്ന് പറയുന്നത് ചായയുടെ pH ആണ്. അപ്പോൾ 4.5 ബിയർ, പിന്നെ 5 എന്താണ്? കാപ്പി. 5.5 എന്ന് പറയുമ്പോൾ ചായ, പിന്നെ 6 എന്ന് പറയുമ്പോൾ മൂത്രം. അതുപോലെ തന്നെ 6.5 എന്ന് പറയുമ്പോൾ പാലാണ്. പിന്നെ ഉമിനീര് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് പഠിക്കാം. ഇനി ഈ അടുത്ത നമ്മൾ ഓർക്കേണ്ടത് കടൽ ജലമാണ്. കടൽ ജലം, നമ്മുടെ കടൽ ജലത്തിന്റെ pH നമ്മൾ പൊതുവെ നമ്മൾ കാണാറുള്ള 8 എന്നാണ്. അത് ഈ കായിൽ നിന്ന് തന്നെ കിട്ടും കടൽ ജലത്തിന്റെ pH. പക്ഷേ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു, PSC റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്നു. അതായത് ഈ അടുത്ത തവണ പരീക്ഷ ചോദിച്ചിരിക്കുന്നു 7.5 to 8.4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7.5 to 8.4. പക്ഷേ നിങ്ങൾ ഈ 8 ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിനോട് അടുത്തുള്ള റേഞ്ച് ആയിരിക്കും ഓപ്ഷൻ വരിക. ബാക്കി റേഞ്ച് ഒക്കെ എന്തായിരിക്കും? കുറെ അകലെയുള്ള റേഞ്ച് ആയിരിക്കും. അപ്പോൾ 8 ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ 7.5 to 8.4 എന്ന് പറഞ്ഞ റേഞ്ച് നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് പോയിട്ട് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് പഠിച്ചു വെക്കാം. അതല്ലെങ്കിൽ 8 ഓർത്തിരിക്കുക. 8 ഓർക്കാൻ സിമ്പിളാണ്. കടൽ ജലത്തിന്റെ കായ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അതിനോട് അടുത്ത് വരുന്ന, അതായത് 8ന്റെ ഇപ്പുറത്തേക്ക് 8ന് ശേഷം, അങ്ങനെ ഒരു റേഞ്ച് ആയിരിക്കും കൊടുത്തിരിക്കുന്നെങ്കിൽ അതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ആ ഒരു രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ PSC ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ രക്തം എന്നതിന്റെ pH എത്രയാണ്? 7.4 ആണ്. രക്തത്തിന്റെ pH 7.4 ആണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിന്റെ pH എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? 7.4 എന്നാണ്. ബ്ലഡിന്റെ pH എന്താണ്? 7.4 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ബ്ലഡിന്റെ pH 7.4 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്ലഡിന്റെ pH എന്താണ്? 7.4 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ദഹനരസത്തിന്റെ pH ചോദിച്ചാൽ 1.2 കേട്ടോ. ദഹനരസത്തിന്റെ pH ചോദിക്കുകയാണെങ്കിൽ 1.2 ആണ് ദഹനരസത്തിന്റെ pH. പിന്നെ ആസിഡ് മഴയുണ്ട് കേട്ടോ. നമ്മുടെ ആസിഡ് മഴയുടെ pH
4 to 5.5 ആണ് ആസിഡ് മഴ. 4 to 5.5 ആണ്. അതിൽ ഓർക്കാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞാൽ ഈ ഡി എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്ററാണ്? ABCD, 4ാമത്തെ ലെറ്ററാണ്. അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. 4 to 5.5 എന്ന് പറയുന്ന ഒരു റേഞ്ച് ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ 4 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ 4 റേഞ്ചിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ ഒന്നും ഉണ്ടാവുള്ളൂ നമ്മുടെ ഓപ്ഷനിൽ, അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആസിഡിലെ ഡി എന്താണ്? 4 ആണ്. 4 മുതൽ 5.5, 4 മുതൽ 5.5, 4 മുതൽ 5.5. ദഹനരസത്തിന്റെ pH ചോദിച്ചാലോ? ദഹനരസത്തിന്റെ pH ചോദിച്ചാൽ 1.2 ആണ് ദഹനരസത്തിന്റെ pH. അത് ഓർക്കാനും സിമ്പിൾ ആട്ടോ. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ്? 1 മണിക്ക് 2 മണിക്ക് ഇടയിലായിരിക്കും അല്ലേ? നമ്മൾ 1 മണിക്ക് 2 മണിക്ക് ഇടയിലായിരിക്കും ഭക്ഷണം കഴിക്കുക. അത് വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. 1.2 എന്ന് പറയുന്നത് ദഹനരസത്തിന്റെ pH ആണ്. പിന്നെ ബ്ലഡിന്റെ pH എന്ന് പറയുമ്പോൾ 7.4 ആണ്. ബ്ലഡിന്റെ pH എന്ന് പറയുന്നത് 7.4 ആണെന്ന കാര്യം ഓർത്തിരിക്കുക, ബ്ലഡിന്റെ pH. ഇനി അടുത്തായിട്ട് അറിയേണ്ടത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ടൂത്ത് പേസ്റ്റിന്റെ pH എന്ന് പറയുന്നത് 8.7 ആണ്. 8.7 ആണ്. ഇപ്പൊ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് സ്വഭാവം കാണിക്കുന്നത്? ആസിഡ് സ്വഭാവമാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമാണോ അല്ലെങ്കിൽ ബേസിക് സ്വഭാവമാണോ കാണിക്കുക? ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് ഇതിൽ നിന്ന് ഓർത്തിരിക്കണം. അതുപോലെ മുട്ടയുടെ വെള്ളയുടെ pH 7.8. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി PSC ചോദിച്ചിരിക്കുന്ന SCRT പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് പറയാൻ പോണെ, ഓർത്ത് വെച്ചേക്ക്. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH. ഇത് എവിടെ നിന്ന് വെച്ചാൽ SCRT പറഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH ചോദിച്ചാൽ എന്താണ്? 5 ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH ചോദിച്ചാൽ ഓർത്തിരിക്കണം എന്താണ്? 5 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? 5 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH ചോദിച്ചാൽ എത്രയാണ്? 5 ആണ്. അതേസമയത്ത് ഒട്ടുമിക്ക കൃഷിക്കും അനുയോജ്യമായ മണ്ണിന്റെ pH ചോദിച്ചാലോ 6.5 മുതൽ 7.2 ആണ്. 6.5 മുതൽ 7.2 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 6.5 മുതൽ 7.2 ആണ്. ഇപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് എന്താണ് നമ്മൾ പറഞ്ഞത്? ഉരുളക്കിഴങ്ങ് കൃഷിക്ക് നമ്മൾ പറഞ്ഞത് 5 ആണ്. അതേസമയത്ത് ഒട്ടുമിക്ക കൃഷിക്കും നമ്മൾ പറഞ്ഞത് എത്രയാണ്? 6.5 to 7.2 ആണ് നമ്മൾ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ pH വാല്യൂ ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ആദ്യം ഞാൻ പറഞ്ഞത് നാരങ്ങാ നീര് പഠിച്ചു. നാരങ്ങാ നീരിന്റെ pH ചോദിച്ചാൽ 2.4 ആണ്. ഇത് ഞാൻ തിരിച്ചിടാൻ പഠിച്ചു. എന്നാ 4.2. 2 എണ്ണം പഠിച്ചു. ഒന്ന് വിനാഗിരി പഠിച്ചു. പിന്നെ നമ്മൾ അവിടെ തക്കാളി ഇതിന്റെ രണ്ടിന്റെയും pH എന്താണ്? 4.2 ആണ്. അപ്പൊ വിനാഗിരി എന്താണ്? 4.2. നാരങ്ങാ നീര് 2.4. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു കഥയാണല്ലേ. കഥ എന്താ? ബിയർ കുടിച്ചു 4.5-ന് 0.5 ഒന്ന് കൂട്ടി കാപ്പി കുടിച്ചു 5-ന്. പിന്നെ അടുത്ത നമ്മൾ എന്താ പറഞ്ഞത്? കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ തോന്നി, ചായ കുടിച്ചു 5.5-ന്. പിന്നെ അടുത്ത 0.5 കൂട്ടുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് മൂത്രം എന്നാണ് അവിടെ വരേണ്ടത്. അപ്പൊ നമുക്ക് 6 വരും. അത് കഴിഞ്ഞ് പാല് കുടിച്ചു. പാലെന്ന് പറയുന്നത് 6.5. അപ്പൊ പാല് കുടിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ ഉമ്മിനീരാണ് പഠിച്ചത് അല്ലെ. ഉമ്മിനീര് എന്ന് പഠിച്ചു. ഉമ്മിനീര് നമ്മൾ പഠിച്ചു. ഉമ്മിനീര് അത് ഞാൻ പറഞ്ഞു. എങ്ങനെ പഠിക്കാൻ പറഞ്ഞു? ഈ ഇങ്ങോട്ട് എടുക്കടാ, ഇങ്ങനെ വരയ്ക്കടാ. 6.2 ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നേ കാണത്തുള്ളൂ. 6.2 to 7.6 ആ റേഞ്ച് ആണെന്ന് പരീക്ഷ ചോദിച്ചു. പക്ഷെ അത്ര ഒരു ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഇനി മൊത്തം പഠിക്കണമെങ്കിൽ 6.2, 6നോട് കൂട്ടുക 7 കൂട്ടുക 6 കിട്ടും. ഇനി അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? കടൽ ജലം നമ്മൾ പഠിച്ചു. കടൽ ജലം ഞാൻ പറഞ്ഞു എടുക്കുക 8 എന്ന് പഠിക്കുക. പക്ഷെ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു റേഞ്ച് കൊടുത്തു. അത് പരീക്ഷ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. 7.5 to 8.4. പക്ഷെ നിങ്ങൾ 8 ഓർത്ത് വെച്ചാൽ മതി. 8ന്റെ അപ്പുറം ഇപ്പുറം വരുന്ന ഒറ്റൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ആ പരീക്ഷയ്ക്ക് ഒറ്റൊരു ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. ഏതൊരു പരീക്ഷയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മുടെ രക്തത്തിന്റെ pH ഓർക്കുക 7.4. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7.4 രക്തത്തിന്റെ pH ആണ്. 7.4 രക്തത്തിന്റെ pH ആണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ? ദഹനരസം പഠിക്കാൻ സിമ്പിളാ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന 1 മണിക്ക് 2 മണിക്ക് ഇടയിലായിരിക്കും. 1.2. അതിന്റെ അപ്പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്നെ ഒന്നും പറയരുത്. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് 1.2 ഓർക്കുക. 1 മണിക്ക് 2 മണിക്കും ഇടയിലാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക? 1 മണിക്ക് 2 മണിക്ക് ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ പറഞ്ഞെന്താ? ആസിഡ് മഴയാണ്. ആസിഡ് മഴ എന്ന് പറയുമ്പോൾ ഈ ഡി പിടിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഡി പിടിക്കുമ്പോൾ 4 കിട്ടും. 4ാമത്തെ ലെറ്റർ 4 മുതൽ 5.5 വരെയാണ്. അവിടെ ഓർക്കണം, ഈ ആസിഡ് മഴ ഓപ്ഷനിൽ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നേ ഉണ്ടാവുള്ളൂ. 4,
5.5 ആ റേഞ്ചിൽ വരുന്ന ഒരു ഓപ്ഷൻ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റും. ഇനി ആസിഡ് മഴയുടെ എന്താണ് പി എച്ച് എന്ന് പറയുമ്പോൾ 4 മുതൽ 5.5. ഇനി നമ്മൾ പറഞ്ഞു ടൂത്ത് പേസ്റ്റ് പറഞ്ഞിരുന്നു. ടൂത്ത് പേസ്റ്റിന്റെ പി എച്ച് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ടൂത്ത് പേസ്റ്റിന്റെ പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 8.7 ആണ്. അപ്പോൾ ഇതൊരു ആസിഡ് സ്വഭാവമല്ല കാണിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ മുട്ടയുടെ വെള്ള നമ്മളിവിടെ SCRT പറയുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. മുട്ടയുടെ വെള്ളയുടെ പി എച്ച് ചോദിച്ചാൽ മുട്ടയുടെ വെള്ളയുടെ പി എച്ച് ചോദിച്ചാൽ എത്രയാണ്? 7.8 ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടൂത്ത് പേസ്റ്റ് എത്രയാണ്? 7.8. മുട്ടയുടെ വെള്ള എത്രയാണ്? നമ്മുടെ 7.8 എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ള. ഇനി ടൂത്ത് പേസ്റ്റോ 8.7 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞാൽ, ഈ മുട്ട എന്ന് പറയുമ്പോൾ ഇട്ട എന്ന് പറയുമ്പോൾ 8 ഉണ്ട്. 8 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 8 കിട്ടും, പിന്നെ 7, 7.8 എന്ന് ഓർക്കാം. മുട്ട എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഇട്ട് കിട്ടും, അപ്പോൾ 8 കിട്ടും. എന്നിട്ട് പുറകോട്ട് വരിക, അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? 7.8 എന്ന് കിട്ടും. അത് നേരെ തിരിച്ചിട്ട് നമുക്ക് കിട്ടും ടൂത്ത് പേസ്റ്റ് കിട്ടും. അപ്പോൾ മുട്ട കഴിച്ചിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നേരെ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൂത്ത് പേസ്റ്റ് കിട്ടും. പിന്നെ പറഞ്ഞു ഉരുളക്കിഴങ്ങ് കൃഷിയുടെ പി എച്ച് 5. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് 5. ഒട്ടുമിക്ക കൃഷിയുടെയും പി എച്ച് 6.5 to 7.2. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് 5 ആണ്. ഒട്ടുമിക്ക കൃഷി എടുത്തു കഴിഞ്ഞാലോ 6.5 to 7.2. 6.5 to 7.2 ആണ്. അപ്പോൾ ഇത്രയും നമ്മളിവിടെ പരിചയപ്പെടുന്നുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ക്ലാസ്സുകളായിട്ട് പഠിക്കാം. പക്ഷേ PSC ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസിഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ബേസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.